അലമ്പായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു Q&A സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധികം ചോദ്യമൊന്നുമില്ല. അപ്പൊ ഇവള് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു പരിപാടി അത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെലവെടുക്കില്ല, ഇവിടുന്ന് എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിലും നീ എന്നെ കൊടുക്കണം. അതേപോലെ ഒരു 1000 ബിലോ അല്ലെങ്കിൽ 1000 ഒക്കെ എന്തായാലും എക്സ്പെൻസ് അതേപോലെ നമുക്ക് ഇല്ല. ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടിയ സേവിങ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 പോയി ഒരു 1 ഡേ 5K ഒക്കെ നൈസായിട്ട് അടിച്ചു പോയി. ഹായ്, നമ്മളിപ്പോൾ ഇന്ന് ശോഭയിലേക്ക് വന്നേക്കാണ്. ശോഭയിൽ ഇന്ന് ഇപ്പോൾ ഇതാ കുറേ ലൈറ്റ്സ് ഒക്കെ കാണാം നിങ്ങൾക്ക്. ഇതാ ഇവിടെ മറിയുണ്ട്, ഇവിടെ ചേട്ടനുണ്ട്, അവർ രണ്ടുപേരും അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശോഭയിൽ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഇതൊക്കെ കാണിക്കാം. ഒപ്പം തന്നെ ഒരു Q&A സെഷനും കൂടിയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാക്കണ്ട ഫുൾ ലൈറ്റ്സ് ആണ്. ഇനി ഉള്ളിലും കുറേ ലൈറ്റ്സ്. എങ്ങനെയാണ് നീ ട്രേഡിംഗിൽ വന്നതെന്നൊക്കെയാണ് നമുക്ക് അറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ അതിൽ ചോദ്യം ചോദിക്കുന്നത് നഷ്ടണ്ടാക്കി ലാഭം ഉണ്ടാക്കി അലമ്പായിട്ട് നടക്കുന്നുണ്ട്. നടന്നോ 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 ഇതൊക്കെയാണ് നമ്മള് ചോദിക്കാനുള്ള കാര്യങ്ങള്. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ ശോഭയില് അങ്ങനെ ഒരു Q&A സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധികം ചോദ്യമൊന്നുമില്ല, നമുക്ക് കുറെ നേരം ഒന്നും കിട്ടില്ല. ചിലപ്പോ അതിന്റെ ഇടയില് മറിയ എലമുണ്ടാക്കിയാൽ പ്രശ്നമാവും. മറിയ കൂടി കനിയണം. അങ്ങനെയാണ് ക്രിസ്മസിന്റെ ഒരു വൈബ് ഇവിടെ ശോഭയിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ ഫാമിലി ഒക്കെ ആയിട്ട് ശോഭയില് വരാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇവള് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു പരിപാടി അത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെലവെടുക്കില്ല, ഇവിടുന്ന് എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിലും നീ എന്നെ കൊടുക്കണം. അപ്പൊ അതിനുള്ള ലാഭം വീഡിയോ എടുത്ത് കിട്ടണ്ടേ ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് ട്രേഡ് ചെയ്തിട്ടൊക്കെ കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാനങ്ങനെ എത്ര കിട്ടണില്ല. അതെ, ക്യാമറമാൻ ഞാൻ തന്നെയാണ്. എന്നാലും ട്രേഡിങ്ങിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്നൊന്നും വലിയൊരു ഐഡിയ ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ കുറേ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. എൻട്രി കുറേ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് കിട്ടണെന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പൊ ഇതൊക്കെ ചോദിച്ചറിയാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഫാമിലി ആയിട്ട് ശോഭയിൽ വന്നിട്ട് ഒരു പരിപാടി കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് വരില്ലേ, ഒരു എക്സ്പെൻസ് വരും. എങ്ങനെ പോയാലും ഒരു 1000 ബിലോ അല്ലെങ്കിൽ 1000 ഒക്കെ എന്തായാലും എക്സ്പെൻസ് വരും. അപ്പൊ ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള എനിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇതിന്റെ ഫ്രണ്ട് പേജ് ഒക്കെ ഒന്ന് കാണിക്കുക. നല്ല രസമുണ്ട്. ഒരു മിനിറ്റ്, ഇതാ കണ്ട ഇപ്പൊ ഈ ഒരു പോർഷനൊക്കെ നല്ല രസം. ഇവിടെ ഇരിക്കാം. വാ ഒരു വയ്യോ ഈ സൈഡും ഇവിടെ ഒക്കെ ഫുള്ള് ലൈറ്റ്സ് ആണ്. ഇതാ അവരവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ. മറിയ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചോദിച്ചോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, എന്താണ് ഇപ്പൊ ഈ ട്രേഡിംഗും ഒരു പ്രാന്ത് വരാൻ കാരണം? കുറച്ച് കാശ് നീ കളഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. കുറച്ച് കാശ് എല്ലാവരും കളയണ പോലെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര വലിയൊരു കോടികളൊന്നും കളഞ്ഞിട്ടില്ല. കാരണം അത്രയും കോടികൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ളത് എന്താണെന്നറിയില്ല. ഇല്ല, അതായത് ആദ്യം നിങ്ങൾക്കറിയാം ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഫ്രണ്ട് നല്ല രസമുണ്ട്. അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയ അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, മറിയാനെ കിട്ടാനുള്ള ആ ഒരു ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ അങ്ങനെ പറ്റാണ്ടായപ്പോഴാണ് മുന്നേ ഇടയ്ക്ക് ചെയ്തിരുന്ന ട്രേഡിങ് ഞാൻ ഫുൾ ടൈം ആക്കാം എന്നൊരു പ്ലാൻ വന്നത്. അപ്പൊ അങ്ങനെയാണ് ട്രേഡിങ് ഫുൾ ടൈം. അല്ല, അതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു, വർക്കിന്റെ ഇടയിൽ അങ്ങനെ ചെയ്തിരുന്നു. സോറി, എനിക്കങ്ങനെ ക്യാമറ അത് പിടിക്കാൻ നോക്ക്, ശ്രദ്ധിക്കുക, ചെയ്യണം, എല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ. അയ്യോ, ഇതിന്റെ ഉള്ളിൽ കൂടെ കണ്ടാ ഇങ്ങനെ ഒരു എൻട്രി ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ടൈം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്ന ട്രേഡിങ് നമ്മൾ അങ്ങനെ ഫുൾ ടൈം ഒരു ട്രേഡർ ആവാം എന്ന് തീരുമാനിച്ചത്. അപ്പൊ അതിന് മുന്നേ ചെയ്തിരുന്നു. കാശ് പോയി, കുറച്ച് പോയി. അല്ല, അങ്ങനെ വലിയ എമൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും പോകുന്ന പോലെ തന്നെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് അതിലും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് ട്രേഡിങ് അങ്ങനെ ഫുള്ളി നമുക്ക് ലോസ് ആവുന്ന ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് നല്ലൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 4 കൊല്ലം ആവാറായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം തുടങ്ങിയിട്ട്. പറയാൻ ബാക്കിയുള്ളത് ഇവിടെ ട്രീ കണ്ടു. ട്രീ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല സെറ്റപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാം മോള് ചിരിക്കേണ്ടത് അവിടെ ഗിഫ്റ്റ് ബോക്സ് പോലെ ശോഭ സിറ്റി മുഴുവൻ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ട്രീ ഉണ്ടാവും എല്ലാ കൊല്ലം. ഇവിടെ ഒരു ട്രീ പതിവാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ 4 കൊല്ലമായി. പക്ഷെ അതിൽ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഒരു കൊല്ലമൊക്കെ നമ്മളങ്ങനെ ഫുൾ ടൈം ഒന്നും ഇരുന്നിട്ടില്ല. ജസ്റ്റ് SIP ഒക്കെ, പിന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്, പിന്നെന്താ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓപ്ഷനും ചെയ്തിരുന്നു. ഓപ്ഷനും പക്ഷെ എന്നാലും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്തിരുന്നില്ല. എക്സ്പയറി ഡേറ്റ് മാത്രം അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. നമ്മൾ കമ്പനീസിന്റെ വർക്ക് ചെയ്യുക. ആദ്യം കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത്, കുറച്ച് കമ്പനീസിൽ ആദ്യം വർക്ക് ചെയ്തിരുന്നു. അതിന് മുന്നേ CA ചെയ്തിരുന്നു. അത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മള് ഇതും കൂടി അതിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ വരുമാനം എന്നുള്ള രീതിയിലാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ പ്രഗ്നന്റ് ആയപ്പോൾ ഫുൾ ടൈം ആയി. ആസ് യൂഷ്വൽ പ്രഗ്നന്റ് ആയി. പിന്നെ ഇവിടെ വന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഫുൾ ടൈം പുറത്തേക്ക് അല്ല, ഗതികേടല്ല, നമുക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു ട്രേഡ് ചെയ്യാൻ. അതെ, ഇവളെയും നോക്കാം, മറിയനെയും നോക്കാം. മറിയും ഹാപ്പി, ഞാനും ഹാപ്പി, ചേട്ടനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പൊ അതുകൊണ്ടാണ് ഫുൾ ടൈം ട്രേഡിങ്. അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ ഇപ്പോ മറിയനോട് ഇറക്കി വിട്ടിട്ടുണ്ട്. മറിയ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് ശോഭയിലെ ലേക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫുഡിന്റെ സ്ഥലമാണ്. മറിയ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. മറിയ ഓരോരുത്തരെ കണ്ട അവരെ ചേട്ടാന്നൊക്കെ വിളിച്ച് പോകും. കാരണം ഞങ്ങള് ഫ്ലാറ്റിൽ ഞങ്ങള് മാത്രമേ ഉള്ളതുകൊണ്ട് മറിയക്ക് പുറത്തുള്ളവരെ ഇല്ല, അങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല. മാക്സിമം ഒരു 20 ഒക്കെ പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ലേ, കുറച്ചധികം കളഞ്ഞുള്ള പോലെ തോന്നുന്നുണ്ട്. ഇല്ല, അത് മാത്രം നിന്റെ ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടിയ സേവിങ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സ്റ്റാർട്ടിങ്ങിൽ അത്ര ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഏത് ബിസിനസ്സിനായാലും വരില്ലേ. അപ്പൊ ചേട്ടൻ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര കൊല്ലായി എന്ന് പറഞ്ഞേ? 2017. അപ്പൊ അത് ഫസ്റ്റ് ബ്രേക്ക് ഇവൺ ആയി. അങ്ങനെയൊക്കെ കയറില്ലേ വരാം. ഇതേ പോണു ഒരാള്. മറിയ അപ്പൊ മറിയനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ വീണ്ടും ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനോ അങ്ങനെയൊക്കെ പഠിച്ചു. എങ്ങനെയാണ് റിവെഞ്ച് ട്രേഡിങ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ഓവർ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ലോസ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ സംബന്ധിച്ച് അവള് എങ്ങനെയും അതെന്നെ തിരിച്ചു പിടിക്കാനായിട്ട് നിന്റെ കൂട്ടിനകത്ത് ഞാനും കുറച്ചൊക്കെ ട്രേഡ് ചെയ്തു. ഒരു 1 ഡേ 5K ഒക്കെ നൈസായിട്ട് അടിച്ചു പോയി. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല. ഇപ്പൊ ഞാനൊരു ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, സ്വിസ്ലോൺ, പിന്നെ ടാറ്റ സ്റ്റീല്, പിന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ്, ഫെഡറൽ. പക്ഷെ ഞാൻ വലിച്ചു, അത് താഴ്ന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ വെച്ചിട്ടുള്ള കാരണം അത് ഇങ്ങനെ പ്രോഫിറ്റിൽ വരുന്നുണ്ട്. അതും ഇവള് സജസ്റ്റ് ചെയ്തത് തന്നെയായിരുന്നു. അതെ, ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞത്. വലിയ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നീ 2018 കല്യാണത്തിന് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ പഠിച്ചു. നമ്മള് തോൽവികളിൽ നിന്ന് പഠിക്കുന്ന പറഞ്ഞ പോലെ കുറെ ലോസ് ഉണ്ടാക്കിയെന്ന് നിന്ന് പഠിച്ചു. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. മെയിനായിട്ട് ഇറങ്ങാം അവളെടുക്കാൻ പോയി. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളല്ല. മറിയ ഓടിപ്പോവാണ് കഴിച്ച, അതുകൊണ്ട് ഞങ്ങള് പിടിച്ചു കിട്ടി. ഓക്കെ, അപ്പൊ എന്താ നമ്മള് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലോസ്. പക്ഷെ എനിക്കത് ഭയങ്കരമായിരുന്നു. കാരണം ഞാൻ കുറച്ച് ക്യാപിറ്റൽ വെച്ച് ചെയ്യണ കാരണം എനിക്കത് ഭയങ്കരമായിരുന്നു. അങ്ങനെ പിന്നെ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചു, ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചു. മെയിനായിട്ട് നമ്മുടെ സൈക്കോളജി അങ്ങനെ
ക്ലിയർ ആക്കാം. അങ്ങനെ നീ ഒരു സൈക്കോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, സൈക്കോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിലും മറിയുള്ള കാരനാണ്. അല്ല, ഉണ്ണികളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ല, അങ്ങനെയല്ല. നമുക്ക് സ്ട്രെസ് വരുമ്പോഴായാലും പെട്ടെന്ന് റിലീഫ് ആവാനും ഉണ്ണികള് വളരെ നല്ലതാണ്. അല്ല മരിയേ, ഇവള് വെരി കംഫർട്ടബിൾ ആണ്. അതായത് അങ്ങനെ എന്നെ കണ്ടില്ലെങ്കിലും അങ്ങനെ പ്രശ്നമില്ല, എന്നാൽ കണ്ടാലും കുഴപ്പമില്ല, ആൾ തന്നെ കഴിച്ചു തന്നു പോകും. അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് മറിയം, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെന്താ, അങ്ങനെയാണ് വന്നത്. അതെ. അപ്പൊ ലോസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് അത് നമ്മള് ഇപ്പോൾ മെയിനായിട്ട് സ്ട്രാറ്റജി എന്നതിലുപരി ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് സൈക്കോളജിയാണ്. എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാം. അതായത് കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരും. ഓവർ ട്രേഡിങ്, സ്ട്രെസ്, റിവെഞ്ച് ട്രേഡിങ്, അതേപോലെ ക്യാപിറ്റൽ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് എങ്ങനെ കറക്റ്റ് ആക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് തന്നെയൊക്കെയാണ് നമ്മളത് പഠിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് തന്നെ ഓരോ ഐഡിയാസൊക്കെ വരും. എങ്ങനെ ചെയ്താലാണ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുക, കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതൊക്കെ പറ്റും. ക്ലാസ് എടുത്ത് തുടങ്ങിയത് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഈ ആഴ്ച അടുത്ത ആഴ്ചക്ക് ഇൻസ്റ്റാഗ്രാം ഇപ്പൊ 12,500 സ്ക്രീനിൽ കാണിക്കാം. 12,800 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു അടിപൊളി ഇൻസ്റ്റാഗ്രാം. ഒരു കൊല്ലം കൊണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം സ്മാർട്ട് മൂവ്സ്, എന്റെ കമ്പനി ഇൻസ്റ്റാഗ്രാമിന് 65,000 ഫോളോവർ ഉണ്ട്. പക്ഷെ അതൊരു 6-7 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതാ. ഫസ്റ്റില് ട്രേഡിങ് മാത്രമല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഫസ്റ്റില് നമ്മൾ എല്ലാ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അങ്ങനത്തെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ആണ് അങ്ങനെ കുറെ പേര് നമ്മള് പ്രോഫിറ്റ് ഇങ്ങനെ കാണുമ്പോൾ കുറെ പേര് ഇങ്ങനെ ബേസിക്സ് ആയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തരുമോ, അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 250 ആയിരുന്നു. ചെറിയൊരു ക്ലാസ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? 250 അത് ജസ്റ്റ് ബേസിക്സ് മാത്രം. നമ്മളിങ്ങനെ സ്ട്രാറ്റജീസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ, ബേസിക്സ് മാത്രം. എനിക്ക് അറിയില്ലായിരുന്നു. മീൻസ് അങ്ങനെ അല്ല, അത് എന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടറിയാം. വളരെ കോമഡിയാണ് ഗൈസ്. ഇപ്പൊ എന്താ ഉണ്ടായത് അങ്ങനത്തെ ഒരു ചോദിക്കുന്നുണ്ട്. ഭയങ്കര കോമഡിയാ. യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ എടുക്കാൻ നോക്കണ്ടെങ്കിൽ നിങ്ങൾ അത് ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ പെർഫെക്ഷൻ അല്ല നോക്കണ്ടേ. ചേട്ടൻ അതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മാർട്ട് മൂവ്സിന്റെ. പെർഫെക്ഷൻ ഇല്ല, കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഉള്ളത്. തെറ്റിക്കഴിഞ്ഞാലും ആരൊക്കെ കളിയാക്കിയാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ എന്റർടൈൻ ചെയ്തോണ്ടിരിക്കുക. അതെ, നമുക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് ആർക്കെങ്കിലും ഉപകാരമായാലോ. അതെ, അല്ല അതിൽ നിന്നൊരു ബെനിഫിറ്റ് എന്തായാലും നമുക്ക് പിന്നീടായാലും കിട്ടും. അതാണ് അതിന്റെ മെയിൻ. അപ്പൊ നമുക്ക് മോളിലേക്ക് പോവാം. ഓക്കെ, ആ ലൈറ്റ്സിന്റെ അവിടേക്ക് പോകണം. ആ ലൈറ്റിന്റെ ഉണ്ടല്ലേ, അവിടേക്ക് പോയി പിന്നെ ഇവിടെ വരില്ല. വേറെന്തൊക്കെയാണ് നിനക്ക് പറയാനുള്ളത്? പിന്നെ എന്തായിരുന്നു നമ്മള് ട്രേഡിങ് അല്ലെങ്കിൽ നിന്റെ വിശേഷങ്ങൾ, എന്താ നിന്റെ ഒരു ഗോള്? ഇതുകൊണ്ട് എന്താ ഒരു ലക്ഷ്യം? അല്ല, എനിക്കിപ്പോ മെയിനായിട്ട് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർക്ക് അറിയാം റിസ്ക് കൂടുതലാണ്. അപ്പോൾ പലരും ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നത് ഒരു ലോങ് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഉള്ള ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാനാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ലോങ് ടേമിനേക്കാൾ ഇഷ്ടം ഈ പറയുന്ന പോലെ ഓപ്ഷൻ തന്നെയാണ്. ലോങ് ടേം ഇത്തിരി ലോങ് ടേം പേര് പോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്, റിസ്ക് കുറവാണ്, റിട്ടേൺ കുറവാണ്. എന്നാലാണ് നമുക്ക് നല്ലൊരു റിട്ടേൺ വരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഓപ്ഷൻ ട്രേഡിങ് തന്നെയാണ് താല്പര്യം. പറഞ്ഞ പോലെ ഇത്തിരി ചലഞ്ചിങ് ആണ്. അങ്ങനെയൊക്കെ നോക്കുന്നതാണ് ഞാനിപ്പോഴും ഓപ്ഷൻ ട്രേഡിങ്ങിൽ തന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അതെ, കാരണം നമ്മളിപ്പോ ചെയ്യുന്നത് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ മാത്രം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നു. അത് ഇത്തിരി കൂടി വിപുലീകരിച്ച് ഒരു ഓഫീസ് പോലൊക്കെ ചെയ്ത് ഓഫീസായിട്ട് തുടങ്ങി. അതെങ്ങനെ നമ്മളിങ്ങനെ ഓഫ്ലൈനായിട്ട് ക്ലാസ് കൊടുക്കുക, അതേപോലെ ഓഫ്ലൈനായിട്ട് ട്രേഡിങ് ചെയ്യുക, അങ്ങനെയൊക്കെ സ്റ്റുഡൻസിന് ലൈവ് ട്രേഡിംഗ്. പണ്ട് ബോംബെയിലൊക്കെ ചെയ്ത പോലെ 1970 നേരെ ചെന്നിട്ട് കൈ കാണിച്ചിട്ട് എനിക്ക് വേണം നീ പറഞ്ഞതല്ലേ? അങ്ങനെയല്ല, ഓഫ്ലൈനായിട്ട് ട്രേഡ് ചെയ്യണം നീ പറഞ്ഞു. അതായത് മനസ്സിലായില്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ലൈവ് ട്രേഡിംഗ് അടക്കം പഠിപ്പിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുപരി എനിക്കിപ്പോൾ തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത്
സൈക്കോളജി എങ്ങനെ ക്ലിയർ ആക്കാന്നുള്ള ആ ഒരു നീയും ഭയങ്കര വീക്കായിരുന്നു ആദ്യം. അതെ അതെ ഇങ്ങനെ വരണല്ലോ. അതെ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അപ്പോഴൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ഇല്ലേ? ഓക്കെ, നല്ല കാര്യം. ഇപ്പൊ കൺട്രോൾ ഉണ്ട് നന്നായിട്ട്. എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണിത്. അല്ല, അങ്ങനെ ഒരു ക്ലാസ് എനിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം കുറെ പേര് പറയുന്ന ഒരു പരാതിയാണ് ഓവർ ട്രേഡിങ് ചെയ്യുക, റിവെഞ്ച് ട്രേഡിങ് അങ്ങനത്തെ ഒക്കെ ചെയ്യണ പ്രശ്നം ഭയങ്കരമാണ്. അപ്പൊ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്നേക്കാളും വേറെ എന്തെങ്കിലും ഗോൾഡ് ട്രേഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ എനിക്ക് പറയണ്ടല്ലോ. എനിക്ക് കാറ് മേടിക്കണം, എനിക്ക് ഇപ്പൊ ആഗ്രഹം ഒരു പഞ്ച് മേടിക്കുന്നതാണ്. ടാറ്റ പഞ്ച് മേടിക്കണം. കാരണം എനിക്ക് ഇപ്പൊ ഇവൾക്ക് ഇങ്ങനെ കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവളെ കാറിൽ നമുക്ക് ഒറ്റയ്ക്ക് വെച്ച് പോകാന്നൊരു സിറ്റുവേഷൻ ആകുമ്പോൾ അപ്പോഴേക്കൊക്കെ അധികം നാളൊന്നുമില്ല, ഇപ്പോൾ 1.25 വയസ്സായി. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ആവുമ്പോഴേക്കും ഒരു കാറൊക്കെ മേടിക്കണം. പഞ്ച് ഇപ്പൊ മേടിക്കുന്നില്ല, ഇപ്പൊ പരമാവധി നമുക്ക് അതെ അപ്പൊ 500 കിട്ടിയാ നല്ലത്, 700 കിട്ടിയ എന്തെങ്കിലും വലിയ വണ്ടിയോട് എനിക്ക് താല്പര്യം. അതെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാറുകൾ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഞാനായാലും ചേട്ടനായാലും കാറ് ഭയങ്കര പ്രാന്താണ്. അതുകൊണ്ട് തന്നെ കാറ് മേടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ലൈഫിൽ ബിസിനസ് ചെയ്യാനേ തുടങ്ങിയത് കാർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. കാർ ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് കാറ് വേണം, എനിക്ക് ലക്ഷറി കാറ് വേണം. എനിക്ക് വീടിനെ പറ്റിയിട്ടൊന്നും ഞാൻ അങ്ങനെ ആലോചിക്കാറ് കൂടിയില്ല അല്ലേ? പക്ഷെ വീടിനെ പറ്റിട്ട് നീ ആലോചിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടുകള്. പക്ഷെ എനിക്ക് അതിന്റെ വീടിനോടൊന്നും താല്പര്യമില്ല. കാറൊന്നും വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, കാറ് എനിക്കുണ്ട്. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് കാറാണ്. അങ്ങനെ ട്രേഡിങ് നമ്മുടെ സിവിക് ഉണ്ടായിരുന്നല്ലോ, സിവിക് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നോവ എടുത്തത്. അപ്പൊ ഇനി ഒരു ചെറുവണ്ടി മേടിക്കുന്നുണ്ട്. സിവിക് ഓട്ടോമാറ്റിക് ആയിരുന്നു. എനിക്ക് ഓട്ടോമാറ്റിക് അത്ര താല്പര്യമില്ല. അപ്പോ ചെറിയ വണ്ടി, ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത് ഓൾട്ടോയോ അല്ലെങ്കിൽ സെലാരിയോ അങ്ങനെയൊക്കെ ഉള്ളൊരു വണ്ടിയിലും മതി. പതുക്കെ പതുക്കെ നമുക്ക് കേറാലോ. വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളത്? ക്വസ്റ്റ്യൻസ് ഇനി ഏതാ ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയാ പറയാനുള്ളത്? പറ. നമ്മള് ക്ലാസ്സിനെ പറ്റി പറഞ്ഞു, ഗോള് പറഞ്ഞു. ക്ലാരിറ്റി അവർക്ക് കാണുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് 1 by 1 പറയേ, വെറുതെ നടന്നിട്ട് കാര്യമില്ല. അതായത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു, എങ്ങനെ ലോസ് വന്നു, ലോസിന് എന്തൊക്കെ പഠിച്ചു, മൈൻഡ് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് നമ്മുടെ ഗോള്, ഈ ഒരു ട്രേഡിങ്ങിന്റെ മേഖലയിൽ എന്താണ് ഗോൾ, അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുള്ള ഡ്രീം അത് പറഞ്ഞു. അപ്പൊ കാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഡ്രീമാണ്. അല്ലാണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ വീട് നല്ലൊരു വീട് വെക്കണം, അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാവർക്കും ഉള്ള പോലെ തന്നെ അങ്ങനെ നമുക്കുണ്ടല്ലോ. അതെ, വലിയൊരു വീട്ടിലെങ്കിലും സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാര് എന്താ വേണ്ട, ട്രേഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിന് എക്സ്ട്രാ കോഴ്സ് ഒന്നും ചെയ്തതല്ല. എൻ്റെ ഫ്രണ്ടല്ല, ചേട്ടൻ്റെ ഒരു കസിൻ ഉണ്ട്, അമർ എന്ന് പറഞ്ഞിട്ട്. അമറല്ല, ഇന്നാനല്ല എൻ്റെ പേര്. അവനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അവൻ പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ യൂട്യൂബ് വഴിയൊക്കെ പഠിച്ച് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ല അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്ന പോലെ ചെറിയൊരു, ഇപ്പോൾ ഞാൻ ഇപ്പോൾ 10,000 യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിലൊരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ 5,000 വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലോങ് ടൈം ആയാലും സ്വിംഗ് ആയാലും അങ്ങനെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഓപ്ഷനിലാകുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാറ്. നല്ല പരിപാടിയാണ്. അതെ, ഇതൊക്കെയാണ് കാര്യം. നമ്മൾ ആ ഗെയിമിംഗ് സെന്ററിന്റെ ഉൾഭാഗം കൂടെ ഒന്ന് കയറാം. മറിയെ കളിക്കാനാവുന്നവരെ ചേട്ടൻ ഇവിടെ കയറും. ഇനി മറിയെ കളിക്കാറായ മറിയനെ അല്ലെങ്കിൽ ഇങ്ങനെ ടോയ്സ് അത് കാണുന്നത് ഭയങ്കര ഇഷ്ടമായി. ടോയ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവള് വെറുതെ കിടന്ന് ഓടിയിട്ട് ടോയ് ഷോപ്പിലൊന്നും കയറണ്ടെന്നൊക്കെ പറയും. എനിക്കാണെങ്കിൽ ഇത് കാണാ, കളിക്കുക അല്ലെങ്കിൽ പറഞ്ഞ പരിപാടികൾ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം. ഇതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളാണ്. മറിയനെ നടത്തി നോക്കട്ടെ കേട്ടാ. മറിയ ചിലപ്പോ ഇവിടെ നടക്കും. ഓടിക്കോ. ഇല്ല, ഒക്കത്ത് കയറി പിന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നീ ഫിനിഷ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ട്രേഡിങ്ങിനെ പറ്റി അവസാനിപ്പിച്ചോ. ഓക്കെ, അപ്പൊ നമ്മളിതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ അതില് നമുക്ക് ഗ്രോത്ത് ഉണ്ടായി, എന്താണ് ഇനി നമ്മുടെ ഭാവി പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു എമൗണ്ടിൽ പഠിക്കാൻ പറ്റുന്നത്, ചെറിയൊരു ഫീസിൽ നിന്ന് പഠിക്കാം, ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക്
സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ചെറിയ 2000 രൂപ അങ്ങനെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഒരു ബിഗിനർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്ഷൻ ട്രേഡിങ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 1500 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിലെനിക്ക് വരുന്നത് ആകെ 100 രൂപ പ്രോഫിറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീടാണ് അത് നമ്മൾ കൂട്ടി കൊണ്ടുവരുന്നത്. അതെ അല്ല ഞാൻ ഉറക്കെ പറയണേ. അപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റാർട്ടിങ് എല്ലാവരും ചെറിയൊരു ഇതാണ് ചെയ്യുക. ഞാനും ഈ പറഞ്ഞ പോലെ 1000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആകെ 10% ഒക്കെ ആയിരിക്കും മേ ബി പ്രോഫിറ്റ് കിട്ടുന്നത്. പിന്നെ അത് 2000 ആക്കി അങ്ങനെ കയറ്റി ക്യാപിറ്റൽ കയറ്റിയിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ജോബിൻ്റെ ഇടയിൽ മോർണിംഗിൽ ഒരു സെഷനിൽ നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് പോലെ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ മെയിൻ ബെനിഫിറ്റ്. കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് എത്തിയത്. ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വിശേഷങ്ങൾ. എവിടെ ഞാൻ കണ്ടില്ലല്ലോ. ആ ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ട് ഗൈസ്. അതായത് യേശുവിനെ വെച്ചിട്ടില്ലേ, യേശുവിനെ വെക്കുമ്പോൾ എന്തായാലും ക്രിസ്മസിന്റെ സമയത്തല്ലേ യേശുവിനെ വെക്കുള്ളൂ. അതാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ വീണ്ടും ഇവിടെ പുറത്തേക്ക് ഇല്ല പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയൊരു ഫീസ് പഠിക്കാൻ പറ്റും. ചെറിയൊരു എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ് നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജിയിലുപരി നല്ല റിസ്ക് മാനേജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിലാണ് ഇതൊക്കെ കറക്റ്റായിട്ട് നടക്കുള്ളൂ. അങ്ങനെ കൺസിസ്റ്റൻസിയിൽ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ട്രേഡിങ് മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിലൊരു പെർഫെക്ഷൻ നമുക്ക് അതിലൂടെ വരും. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. എൻ്റെ വീഡിയോസിനെ നോക്കി നിങ്ങൾക്ക് കാണാം, കൺസിസ്റ്റൻ്റ് തുടർച്ചയായിട്ട് വന്നിട്ടാണ് അതിലൊരു പെർഫെക്ഷൻ വന്നത്. എനിക്കും ആ ഒരു പേടിയൊക്കെ പോയത് അതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇവിടെ വേറെ പരിപാടികളൊന്നും ഇല്ല. ഇനി ഒന്നുകൂടി കറങ്ങി പറ്റണം ഫുഡ് കഴിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റില്ല ഗൈസ്. ഫുഡ് കഴിച്ചെടുക്കണം. ആ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശോഭ ദമറി പോണു, ദമറി ആളങ്ങനെ നടന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറിയ ടാറ്റ കൊടുത്തേ. മറിയ ടാറ്റ. മറിയ നല്ല ഹാപ്പി. അവളെ നടക്കാൻ വിട്ടാൽ മതി. ഷീ ഈസ് വെരി ഹാപ്പി.